ഞങ്ങൾ സ്ത്രീകൾ ഗോൾഡ് ഡിജിറ്റലായി വാങ്ങണോ അതോ ആഭരണങ്ങളായി വാങ്ങണോ? ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാനിത് വേറെ രീതിയിൽ ഒരു ആൻസർ തരാം. ഒരു ഐഷർ മോട്ടോഴ്സിന്റെ ഒരു സ്റ്റോക്ക് ഒരു 5 വർഷം മുമ്പ് വാങ്ങിക്കുന്നതാണ് ബുള്ളറ്റ് വാങ്ങുന്നതിനേക്കാൾ മെച്ചമെന്ന് പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ച് അത് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് അത് ഈ ഐഷർ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ കിട്ടില്ല. അപ്പൊ എന്തും നമ്മൾ പണമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്ത്രീകള് ഡിജിറ്റലി ഗോൾഡ് വാങ്ങുന്നതും ഇപ്പോ ഫിസിക്കലി വാങ്ങുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ഫിസിക്കലി വാങ്ങുമ്പോൾ അവർക്ക് അത് ഒരുപാട് ഹാപ്പിനെസ് നൽകും. ഡിജിറ്റലി വാങ്ങുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷെ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് ഗോൾഡ് വാങ്ങുന്നത് എങ്കിൽ അതൊരിക്കലും ഫിസിക്കലി വാങ്ങരുത്. കാരണം മേക്കിംഗ് ചാർജ് 12% ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഡിജിറ്റലി പോകാം. മേക്കിംഗ് ചാർജ് ഇല്ല, കള്ളനെ പേടിക്കേണ്ട. കൂടാതെ തന്നെ വളരെയധികം ബെനിഫിറ്റ് കിട്ടും. ഈ സ്റ്റോക്ക് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാവുന്ന അപ്രീസിയേഷൻ തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അതനുസരിച്ച് ഗോൾഡ് നിങ്ങൾക്ക് ഫിസിക്കലി വാങ്ങാം, ഡിജിറ്റലി വാങ്ങാം. അത് നിങ്ങളുടെ അത് വാങ്ങുന്നതിന്റെ പുറകിലുള്ള ഒരു ചിന്ത പോലെ ഇരിക്കും.